Hi, Namaste, welcome back to my channel Pinchera. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇൻട്രാഡേക്കും സ്കാൽപ്പിങ്ങിനും സ്വിംഗ് ട്രേഡിങ്ങിനും പറ്റിയൊരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ സ്വിംഗിൽ വന്ന പെർഫോമൻസ് ആണ്. അതേപോലെ തന്നെ ഞാൻ ഇൻട്രാഡേക്കും വന്ന പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഷ്യൻ പെയിൻറ്റ്സിൽ വന്ന പെർഫോമൻസും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് മാത്രമല്ല ACC അതേപോലെ തന്നെ നമുക്ക് LNT ഇതൊക്കെ നമുക്ക് ഡെയിലി ഇൻട്രാഡേക്ക് പറ്റിയ സ്റ്റോക്കാണ്. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്ത് വെച്ച് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂഷൻ ബൈ ട്രേഡ് പോകുമ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് 2 ദിവസം ഒരാഴ്ച അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ റിട്ടേൺസ് കൂടുതൽ കിട്ടുന്ന മാർക്കറ്റാണ്. ഇപ്പം ഏഷ്യൻ പെയിൻറ്റ്സിന്റെ കഴിഞ്ഞ 2 ദിവസങ്ങൾ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് കഴിഞ്ഞ 13-ാം തീയതിക്ക് വന്നതിന് ശേഷം 2500 അപ് ട്രെൻഡ് മാർക്കറ്റ് കയറിയിട്ട് അവിടുന്ന് ഇപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ 87 പോയിന്റ് കയറിയിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് അപ് ട്രെൻഡിലാണ്. അപ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റിട്ടേൺസ് എടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ്. അതിൽ നമുക്ക് ഏതൊക്കെ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഏത് ടൈം ഫ്രെയിം വെച്ചാലാണ് കംഫർട്ടബിൾ ആകുന്നത്, ഇതിൽ റിവേഴ്സിൽ എങ്ങനെ എൻട്രി എക്സിറ്റ് എങ്ങനെ മനസ്സിലാകുന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഏഷ്യൻ പെയിൻറ്റ്സിന്റെ പെർഫോമൻസ് കാണിച്ചു തരാം. ഇന്നത്തെ ഏഷ്യൻ പെയിൻറ്റ്സിൽ ഞാൻ വെച്ചിരിക്കുന്നത് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ്. കൂടുതൽ നമുക്ക് 1 hour ആണ് സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും നല്ലത്. ഇപ്പോൾ 1 hour നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ബൈ ട്രേഡ് തന്നിരിക്കുന്ന 2.5 അതിന്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റുകൾ താഴെ 3 കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിഗ്നൽസ് ഇപ്പോൾ സെല്ല് വന്നാലും ബൈ വന്നാലും നമുക്ക് സോഫ്റ്റ്വെയറിന്റെ സിഗ്നൽ വന്നാൽ ഇതുപോലെ സൗണ്ട് എഫക്റ്റിൽ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. നമുക്ക് ബെൽ സൗണ്ട് എഫക്റ്റിൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ ഈ മെസ്സേജ് ആയിട്ട് നമുക്ക് ഈ അലേർട്ട് മെസ്സേജിൽ കാണാൻ പറ്റും. അതേപോലെ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് എപ്പോഴാണ് അതിന്റെ എൻട്രി പോയിന്റും ടാർഗറ്റുകളും താഴെ കൊടുക്കും. അപ്പോൾ ഇതിൽ കൺഫേം ആണ് ചെക്കിന് ശേഷം എൻട്രി എടുക്കുക. ഇപ്പോൾ ലാസ്റ്റ് വന്ന ബൈസിക്കിൾ പ്രകാരം നമുക്ക് സിഗ്നൽ കുറച്ച് കയറിയിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ കൺഫർമേഷൻ വന്നതിന് ശേഷം നമുക്ക് ഈ ക്യാൻഡിൽ എടുത്ത് അവിടെ നേരെ കയറിയിട്ടുണ്ട്. അവിടുന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് അപ് ട്രെൻഡ് തന്നെയാണ് പോയത്. 189 പോയിന്റ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്ന ട്രേഡ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 13-ാം തീയതിക്ക് വന്ന ട്രേഡാണ്. അപ്രോക്സിമേറ്റ് 13-ാം തീയതിക്ക് നമുക്ക് ക്ലോസിംഗ് ലെവൽ വന്ന ട്രേഡാണ്. 2500 എടുക്കാൻ പറഞ്ഞു. ടാർഗറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റും നമുക്ക് ഇതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ വന്നതിന് ശേഷം അപ്പം തന്നെ കൺഫേം ആണ്. കാരണം മോർണിംഗ് തൊട്ട് ബൈ തന്നെയായിരുന്നു. കൺഫർമേഷൻ കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് നേരെ കയറിയിട്ടുണ്ട്. ഇപ്പം നോക്കാൻ ഇന്നും മാർക്കറ്റ് ഫുള്ള് ബൈ തന്നെയായിരുന്നു. കണ്ടിന്യൂഷൻ തന്നെ ചെയ്യാനാണ് സോഫ്റ്റ്വെയർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം താഴത്തെയും വെള്ളത്തെയും ലെവൽ ഒന്നിച്ചു വന്നാൽ അടുത്ത് ഇങ്ങനെ ട്രേഡ് എടുക്കാം. ഇതിൽ കൺഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കേണ്ട. കൺഫർമേഷൻ വന്നിട്ട് അഥവാ ട്രേഡ് എടുത്ത് റിവേഴ്സ് പോയാലും നമുക്ക് കളർ ചേഞ്ച്. ഇപ്പോൾ ഇവിടെ സെല്ല് വന്നു, കൺഫർമേഷൻ ഈ താഴത്തെ ലെവലിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ക്യാനിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഓറഞ്ച് കളറാണ്. അവിടെ നമുക്ക് ആ പോർഷൻ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം സിഗ്നൽ വന്ന കൺഫർമേഷൻ വന്ന് പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എക്സ്ട്രാ കളർ വഴി നമ്മുടെ സോഫ്റ്റ്വെയർ എക്സിറ്റ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ അവിടെ കാണിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ പോർഷൻ നമുക്ക് നമുക്ക് അഥവാ സിഗ്നൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കളർ നോക്കിയാൽ എക്സിറ്റ് അടിക്കാം. അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ കണ്ടിന്യൂഷൻ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ 5-ലും 1-ലും 50-ലും ഒരു ട്രെൻഡ് ചേഞ്ച് എന്നുള്ള കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കുറേ റിവേഴ്സിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് അടിക്കാനായിട്ട് അങ്ങനെയും സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ട്രെൻഡ് റിവേഴ്സിൽ പോകുമ്പോൾ സോഫ്റ്റ്വെയർ അവിടെ റിവേഴ്സ് പോയി എന്നുള്ളതിൻ്റെ മെസ്സേജ് എല്ലായിട്ടായിട്ടും കാണിച്ചു തരും. അപ്പോൾ സിമ്പിളായിട്ട് വർക്ക് ഔട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ് ലേറ്റസ്റ്റ് വേർഷൻ്റെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലൈവ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.